അയ്യോ ഈശ്വരാ. പിന്നെ പരിഭ്രമിക്കാൻ നേരമായി കേട്ടോ. സ്ത്രീകളെ കുട്ടികളെ മാറ്റി നിർത്തും. രക്തം കണ്ട ചില സ്ത്രീകൾക്ക് തലകറങ്ങും. അങ്ങനെ ഫൈനലി ഞാൻ ചലഞ്ച് അക്സെപ്റ്റ് ചെയ്തൊക്കെയാണ്. അത്രയും വേണോ? നീ മണവാള, ഞാൻ നിന്നെ വെല്ലുവിളിക്കാം. ചലഞ്ച് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നീ പറ. നീ ഏതിനാണ് റെഡി, അതിന് ഞാൻ തയ്യാറാണ്. നീ വിളിക്കുന്ന സ്ഥലത്ത് ഞാൻ നിന്നെ വെല്ലുവിളിക്കാം. ചലഞ്ച് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നീ പറ. എടാ മോനെ, അന്നേരത്തെ ആവേശത്തിൽ തട്ടിക്കേറിക്കോളാം ഇടിച്ചോളാന്നൊക്കെ ഞാൻ പറഞ്ഞതാ. പോയോ ധൈര്യം നീ ചെയ്ത് കാണിക്കടാ. എന്നിട്ട് മതി ബാക്കി വർത്താനം. ഞാൻ പറഞ്ഞ സമയത്തിന്, അതായത് ഞാൻ പറഞ്ഞ സ്ഥലത്ത്, ഞാൻ പറഞ്ഞ സമയത്ത്, ഞാൻ പറഞ്ഞ ദിവസം ആള് വന്നിട്ട് എന്ത് ചെയ്ത് റെഡി എന്ന് പറഞ്ഞിട്ടാണ് വെല്ലുവിളിച്ചേക്കുന്നത്. ഒരാവേശത്തിലെടുത്ത് ചാടി വേണ്ടായിരുന്നു അല്ലേ? വിട്ടവളി ആന പിടിച്ചാ കിട്ടൂ. ഞാൻ അതിൽ നിന്ന് പിന്തിരിഞ്ഞാൽ അതെന്റെ മരണത്തിന് മാനം കെട്ട മരണം. ഓക്കെ, എന്ത് ചെയ്ത് ഞാൻ എന്ത് ചെയ്ത് ആ ചലഞ്ച് വെല്ലുവിളി ഏറ്റെടുത്തിരിക്കുകയാണ്. നമുക്ക് ഞാൻ ആളെ വിളിച്ചിട്ട് തന്നെ സംസാരിക്കാം. നേർക്ക് നേരെ അടിക്കാം. ധൈര്യമുള്ള തന്തയ്ക്ക് പറഞ്ഞവന്മാരാണെങ്കിൽ വരാൻ പറ. മണവാള, നീ ചലഞ്ച് അക്സെപ്റ്റ് ചെയ്തില്ല. ഇനി നമുക്ക് ഇത് എന്ത് ചെയ്യാ, വെച്ചുകൊണ്ട് നിൽക്കണ്ട. നമുക്കിത് പെട്ടെന്ന് തീർക്കാം. അല്ലെങ്കിൽ നാളെ ആവട്ടെ. ഈ ചൂട് ആറുന്നതിന് മുന്നേ നമുക്ക് എന്ത് ചെയ്യാം, ഒരു 2-3 ദിവസത്തിന്റെ ഉള്ളിൽ തന്നെ തീരുമാനമാക്കാം. ഇത് ഈ മാസങ്ങളോളം അതുപോലെ വർഷങ്ങളോളം കൊണ്ടുപോകാൻ എനിക്ക് താല്പര്യമില്ല. തയ്യാറാണടാ, പക്ഷെ തോറ്റാ പിന്നെ നിന്നെ ഒന്നും ഈ നാട്ടിൽ പോലും കണ്ടുപോകരുത്. പൊയ്ക്കോണം, നാട് വിട്ടു പൊയ്ക്കോണം. സമ്മതാണോ? 2 ദിവസം കൊണ്ട് നിനക്ക് ബൗട്ട് സെറ്റ് ആവില്ല, അത് സെറ്റ് ആവില്ല എന്ന് പറഞ്ഞിട്ടുള്ള ഒരു റിയാക്ഷൻ വീഡിയോ കാര്യങ്ങളും നീ ചെയ്യണ്ട. അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഞാനിവിടെ സെറ്റാണ്. എന്റെ അടുത്ത് എപ്പോഴാണ് എന്നുള്ള കാര്യങ്ങൾ ഞാൻ തീരുമാനിച്ചപ്പോൾ ഒരു ഡിസംബർ 14 സൺഡേ ആണ്. നാളെ എനിക്ക് വരാൻ പറ്റുകയല്ല മാഡം. നാളെ എന്റെ തോട്ടത്തിൽ അടയ്ക്കാ പറയും. മര്യാദയ്ക്ക് വന്നില്ലെങ്കിൽ you guys will know who I am. എന്താന്ന് വെച്ചാൽ ഇത് പെട്ടെന്ന് തീരുമാനം ഉണ്ടാക്കി എനിക്ക് എന്റേതായിട്ടുള്ള കാര്യങ്ങളായിട്ട് മുന്നോട്ടും കാര്യങ്ങളൊക്കെ പോകാനുള്ളത്. എന്നോട് മുട്ടാൻ ആരും പറഞ്ഞിട്ടൊക്കെ വരുന്നത് അവരോടൊക്കെ ഒന്നേ പറയുള്ളൂ. നിങ്ങൾ ഒരിക്കലും കളിയാക്കിട്ട് ഇട്ടല്ല. അവൻ ഉദ്ദേശിച്ചത് ബ്രദറെ, അപ്പൊ ഇത്ര ആളുകളുടെ മുന്നിൽ വെച്ചിട്ട് അവരെ വെല്ലുവിളിച്ചതാ, മത്സരം ഉറപ്പിച്ചതാ. അത് ഞാനല്ലല്ലോ. ഞാൻ പിന്മാറില്ല. ഇതിന്റെ കമന്റിൽ വന്നിട്ട് ബാഡ് കമന്റ് ഇട്ടിട്ടോ അല്ലെങ്കിൽ റിയാക്ട് ചെയ്തിട്ടോ അവൻ പേടിച്ചോ അങ്ങനെ ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും നീ ചെയ്യണ്ട. ഞാൻ നിനക്ക് ടൈം തരുന്നുണ്ട്. ഓൾറെഡി ഇപ്പൊ 1 വീക്ക് കഴിഞ്ഞ് ഞാനത് പിടിക്കുക. പിന്നെ ഇന്ന് വെള്ളിയാഴ്ചയല്ല, സമയം 4:30 നമ്മൾ തമ്മിൽ കണ്ടിട്ടില്ല, ഇങ്ങനെ ഒരു സീൻ ഉണ്ടായിട്ടില്ല, ഷോ ഉണ്ടായിട്ടില്ല. ഇപ്പൊ എടുത്ത തീരുമാനമല്ലേ, പെട്ടെന്ന് മാറ്റിക്കൂടെ? ഇല്ല, രാത്രി ഉറങ്ങുമ്പോഴൊക്കെ വിളിച്ചാണ് തെറി വിളിക്കുന്നത്. കുറച്ച് ആൾക്കാർ വിളിക്കും, ക്യാഷിന്റെ കുറെ കാര്യങ്ങൾ പറഞ്ഞ് തരാം, പിന്മാറി. സാർ പ്ലീസ് കുഴപ്പത്തിലാക്കരുത്. എങ്ങനെയെങ്കിലും ഞങ്ങൾ ഇതിന് ഒഴിവാക്കി തരണം. എന്താ വേണ്ടെന്ന് വെച്ചാൽ ചെയ്യാം. നീ എന്താ ചെയ്തോ. എനിക്ക് 2-3 ദിവസത്തിനുള്ളിൽ നിനക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ നീ വാ, ഫൈറ്റ് ചെയ്യാം. സാറിനെ അങ്ങോട്ടേക്ക് എടുക്കുമ്പോൾ അണിയുവാനുള്ള ഉടുപ്പാണ്. സാറ് സ്വയം അണിയുന്നോ അതോ ഞങ്ങൾ അണിയിപ്പിക്കണോ? വാസു, ഞാൻ വീട് വരെ ഒന്ന് പോവുകയാണ്. ഗുസ്തിയുടെ ദിവസം കഴിഞ്ഞിട്ടേ ചിലപ്പോൾ ഞാൻ തിരിച്ചു വരികയുള്ളൂ. പിന്നെ ഈ എഴുത്ത് അമ്മണിക്കുട്ടി ഏൽപ്പിക്കും. അപ്പൊ പിന്നെ ഫാസ്റ്റ് ട്രെയിൻ തന്നെ പിടിക്കണം. സമയമില്ല. എല്ലാം ഞാൻ വിശദമായി തിരിച്ചു എന്ന് പറയാം. പിന്നെ കാണാം.